Good afternoon. Class 9 State Syllabus in Social Science in first chapter Moving forward from the Stone Age. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 18 മുതൽ. നേരത്തെ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. Pictures of Neolithic tools are given here. Observe them and find out the features. അതായത് നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രങ്ങളെല്ലാം നോക്കിയിട്ട് അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്താനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പോളിഷ്ഡ് ടൂൾസ് ആണ്. പോളിഷ്ഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ, മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്താണ്, നല്ല ഷാർപ്പും തിന്നുമായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിരുന്നു. പിന്നെ വീൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, യൂസസ് ഓഫ് വീൽസ്. പിന്നെ ടൂൾസ് എഫിഷ്യൻ്റ് ഇനഫ് ടു ടിൽ ദ സോയിലെല്ലാം മണ്ണ് കളയ്ക്കാൻ വേണ്ടി എഫിഷ്യൻ്റായിട്ട് ഉള്ള ടൂൾസാണ് ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്താ, ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡ്. They helped them in tilling the soil and cutting down trees. This marked the beginning of great changes in human life. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ എന്താണ്, മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകരമായി. മരം മുറിക്കാനും അതുപോലെ തന്നെ മണ്ണ് ഉഴുതുമറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. Agriculture and domestication of animals ensured the steady availability of food products. As a result, permanent settlements and agrarian villages came into existence. അതായത് ഈ കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. അതിൻ്റെ ഫലമായിട്ട് സ്ഥിരവാസവും, എല്ലാവരും സെറ്റിൽഡ് ലൈഫ്, സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. The storage of grains became possible with the introduction of pottery and the use of bricks made of clay. അതുപോലെ തന്നെ എന്താ, ഈ കളിമൺ പാത്ര നിർമ്മാണവും പിന്നെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച കല്ലുകൾ, ഇഷ്ടികകളും അതിൻ്റെ ഉപയോഗവും പിന്നെ ധാന്യ സംഭരണവും സാധ്യമാക്കി. When the surplus production in agriculture became possible, a section of society became free from agrarian activities. അതുപോലെ ഈ കാർഷിക രംഗത്താണെങ്കിൽ മിച്ചമായിട്ട് ഉൽപ്പന്നങ്ങൾ മിച്ചം വരാൻ തുടങ്ങിയപ്പോൾ, മിച്ചോൽപാദനം സാധ്യമായതോടുകൂടി സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി മാറി. They began to engage in other occupations such as pottery making, weaving, etc. Thus a society came to include different occupational groups. അവരെന്ത് ചെയ്തു, കളിമൺ പാത്ര നിർമ്മാണം അതുപോലെ നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ എന്തുപറ്റി, സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് മാറി. ദിസ് റിസൾട്ടഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ ഫോർമേഷൻ. ദ ബേസിസ് ഓഫ് ദ പ്രോഗ്രസ് ഹ്യൂമൻസ് ഹാവ് അച്ചീവ് ടുഡേ ക്യാൻ ബി സീൻ ഇൻ ദ ചേഞ്ചസ് ഡ്യൂറിങ് ദ നിയോളിത്തിക് ഏജ്. അപ്പോൾ ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതായത് ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ്. വിത്ത് റെഫറൻസ് ടു ദീസ് ചേഞ്ചസ്, ഗോർഡൻ ചൈൽഡ്, എ റിനൗൺഡ് ആർക്കിയോളജിസ്റ്റ്, നെയിം ദിസ് പീരീഡ് നിയോളിത്തിക് റവല്യൂഷൻ. അതായത് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജാർമോ ഇൻ ദ ഖുർദിഷ് ഹിൽസ് ഓഫ് ഇറാഖ്. അതായത് ഇറാഖിലെ ഖുർദിഷ് കുന്നുകളിലെ ജാർമോ, അതാണ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. റോബോട്ട് ജെ ബ്രിഡ്ജ്വുഡ് ലെഡ് ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഇൻ ജാർമോ ഇൻ ദ ഖുർദിഷ് ഹിൽസ്, മോഡേൺ ഇറാഖ്. അതായത് റോബോട്ട് ജെ ബ്രെയ്ഡ്വുഡ് ഖുർദിഷ് കുന്നുകളിലെ, അതായത് ഇന്നത്തെ ഇറാഖിൽ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. The people of Jarmo cultivated barley and 2 varieties of wheat. There were clear indications that they domesticated goat and some other animals. അപ്പോൾ ഈ ജാർമോയിലെ ജനങ്ങൾ എന്ത് ചെയ്തു, ബാർലിയും അതുപോലെ തന്നെ 2 തരം ഗോതമ്പ് കൃഷിയും ചെയ്തു പോന്നിരുന്നു. ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. Their dwellings were small huts. They made figures of animals and humans with clay. Among the human figures they made, the most prominent was that of a pregnant woman. അപ്പോൾ അവിടുത്തെ വീടുകൾ എന്താണ്, ചെറിയ കുടിലുകളായിരുന്നു.
അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഗർഗാർ, the Neolithic site in the Indian subcontinent. Archaeologists consider that Megargar, now in Pakistan, was a site in ancient India where the important features of Neolithic age, like domestication of animals and plants, began first. This region is called the bread basket of Baluchistan. അതായത് ഈ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് ഗാർ. അത് ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ് എന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കപ്പെടുന്നു. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു. Analyze the different Stone Age periods on the basis of hints given below. Prepare a digital magazine and present it in the Social Science Club. അതൊരു പ്രോജക്റ്റാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അടുത്തത് മെറ്റൽ ഏജ്. ദ മെറ്റൽ ഏജ് ബിഗാൻ വെൻ ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് മെറ്റൽസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോൺ. ദിസ് ഏജ് ക്ലിയർലി റിഫ്ലെക്ട്സ് ദ ഹ്യൂമൻ പ്രോഗ്രസ് ഇൻ ടെക്നോളജി. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അതായത് ഏജ് എന്ന് പറഞ്ഞാൽ ലോഹം എന്നാണ്, ലോഹയുഗം എന്ന് പറയും. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യൻ എന്ത് ചെയ്തു? ലോഹയുഗത്തിലേക്ക്, മെറ്റൽ ഏജിലേക്ക് പ്രവേശിച്ചു. സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാക്കുന്ന കാലഘട്ടമായിരുന്നു ഈ ലോഹയുഗം, മെറ്റൽ ഏജ്. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. ഡ്യൂറിങ് ദിസ് പീരിയഡ് ഹ്യൂമൻസ് ലേൺ ദ ടെക്നിക് ഓഫ് ടേണിംഗ് റോ കോപ്പർ ഇൻ ടു വെപ്പൺസ് ആൻഡ് ടൂൾസ്. അപ്പോൾ എന്താ, ഈ പ്രകൃതിദത്തമായ ചെമ്പാണ് ഈ റോ കോപ്പർ എന്ന് പറയുന്നത്. അതിനെ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. ദ പ്രസൻസ് ഓഫ് കോപ്പർ വാസ് ഫൗണ്ട് ഇൻ ദ ഏർലി അഗ്രേറിയൻ വില്ലേജസ് ഓഫ് കാത്തൽ ഹുയൂക്ക്, ടർക്കി, കയോനു, നോർത്ത് സിറിയ ആൻഡ് അലിഘോഷ്, ഇറാൻ. ഈ സ്ഥലങ്ങളെല്ലാം എന്തായിരുന്നു? കാർഷിക ഗ്രാമങ്ങളായിരുന്നു. അപ്പോൾ ഈ ഇവിടങ്ങളിൽ നിന്നെല്ലാം എന്ത് കണ്ടെത്തി? ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് എക്സിസ്റ്റഡ് അറൗണ്ട് 7000 BCE. അപ്പോൾ BCE 7000 ആണ്ട് ഇതിൻ്റെ ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മൾ പഠിക്കുന്ന ചാൽക്കോലിത്തിക് ഏജ് ആണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ സ്റ്റോൺ ഏജ്. Even in the age of copper tools, humans did not give up stones. This period when copper tools were used along with stone tools is called the Chalcolithic age. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ചെമ്പ് കൊണ്ടുള്ള, കോപ്പർ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിൽ മനുഷ്യൻ എന്താണ്? ശിലാ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ശിലാ ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലത്തെ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നു. അതിൻ്റെ മലയാളം താമ്രശിലായുഗം എന്നാണ്, ചാൽക്കോലിത്തിക്. In India, many remains of the Chalcolithic age are found in Rajasthan, Madhya Pradesh and Maharashtra. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് ഈ ചാൽക്കോലിത്തിക് യുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ബോക്സിലുള്ള ബ്രോൺസ് ഏജ് ആണ്. Between 6000 and 3000 BCE, humans learned to harness the force of oxen and of winds. അതായത് BCE 6000-നും 3000-നും ഇടയിൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. പ്ലോ, വീൽ കാർട്ട് ആൻഡ് ബോട്ട് began to be used. Metallurgy also developed further. As a result, agriculture became widespread and surplus production became possible. അപ്പോൾ എന്താ, ആ ഒരു സമയത്ത് കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി. ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബിക്കം സ്ട്രോങ്ങർ ആൻഡ് thereby humans equipped themselves for urban life. അപ്പോഴെന്താ, കാർഷികേതര ഉൽപ്പാദനങ്ങൾ ശക്തമാവുകയും പിന്നെ മനുഷ്യർ എന്ത് ചെയ്തു? അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു. ഇത് എഴുതിയതാരാണ്? ഗോർഡൻ വൈൽഡ്. മാൻ മേക്സ് ഹിംസെൽഫ്. അടുത്തത് ബ്രോൺസ്. ബ്രോൺസ് ഈസ് എൻ അലോയ് മെയ്ഡ് ബൈ മിക്സിംഗ് കോപ്പർ ആൻഡ് ടിൻ. ബ്രോൺസ് ഈസ് എ മെറ്റൽ സ്ട്രോങ്ങർ ദാൻ കോപ്പർ. അപ്പോൾ കോപ്പർ അതായത് ചെമ്പും ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹ സങ്കരമാണ് ഈ വെങ്കലം എന്ന് പറയുന്ന ബ്രോൺസ്.
ബ്രോൺസ് വെങ്കലമെന്നും ഓടെന്നും ഒക്കെ പറയും. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം. This is a description of humans' entry into urban life. Urbanization begins when a region comes to be densely populated, where the majority earn their means of living through non-agrarian activities such as craft, trade, etc. അപ്പോൾ നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള വിവരമാണ് ഇതിൽ പറയുന്നത്. ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകൾ, അതായത് കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷത്തെയാണ് ഈ നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. നാഗരികത എന്ന് പറഞ്ഞാൽ അർബണൈസേഷനാണ് ഇംഗ്ലീഷിൽ. Wide streets, public buildings, better facilities, busy life and entertainment are the hallmarks of such an urban life. അപ്പോൾ എന്താ, വിശാലമായ വീഥികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും ഇതാണ് ഈ അർബണൈസേഷൻ്റെ സവിശേഷതകളാണ് നഗരജീവിതത്തിൻ്റെ. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് അർബൻ ലൈഫ് ബിഗാൻ ഇൻ ദ ബ്രോൺസ് ഏജ്. അപ്പോൾ ഈ നാഗരികത അത് ആരംഭിച്ചത് ഈ വെങ്കലയുഗം, അതായത് ഈ ബ്രോൺസ് ഏജിലാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ ബിലോങ്സ് ടു ദ ബ്രോൺസ് ഏജ്. അപ്പോൾ ഈ ബ്രോൺസ് ഏജ് ഇന്ത്യയിൽ വികാസം പ്രാപിച്ചത് ഈ ഹാരപ്പൻ സംസ്കാരം ആ ഒരു സമയത്തായിരുന്നു. സിറ്റീസ് ലൈക്ക് ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ etc. The well-planned public buildings, great bathhouses, streets, drainage system, granaries and the presence of various types of craft and trade are clear evidences of urbanization. That is why the Harappan civilization is called the first urbanization in Indian history. അതായത് ഈ ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ അതെന്ത് ചെയ്തു, ആസൂത്രിതമായിട്ട് നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, ഗ്രേറ്റ് പാത്ത്, പിന്നെ വീടുകൾ, തെരുവ് വീഥികൾ, പിന്നെ അഴുക്ക് ചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ദാറ്റ് ഈസ് വൈ ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതുകൊണ്ടാണ് എന്താണ് ഈ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് വേദിക് ഏജ്. After the decline of Harappan civilization, the Aryans entered the Sapta Sindhu, northwest India region. They spoke a language that belonged to Indo-European family of languages. Based on linguistic evidence, Aryans are believed to be the natives of Central Asia. വേദിക് ഏജ് എന്ന് വെച്ചാൽ വേദകാലം എന്നാണ് പറയുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ഈ ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നു. We get to know about this age from the Vedas. Therefore, this period is called Vedic age, which falls between 1500 BCE and 600 BCE. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടിയിരുന്നത്. അതിനാൽ ഈ കാലത്തെ വേദകാലമെന്ന് വിളിക്കുന്നു. BCE 1500-നും 600-നും ഇടയിലാണ് വേദകാലം, അതായത് വേദിക് ഏജ്. ഇനി ഒരു ചാർട്ടാണ്. വേദിക് പീരീഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 2. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഏർലി വേദിക് പീരീഡ്, ദ പീരീഡ് വെൻ ഋഗ്വേദ വാസ് കമ്പോസ്ഡ്, അതായത് ആദ്യകാല വേദകാലം എന്ന് പറയും. ഋഗ്വേദം രചിച്ച കാലമാണ്. രണ്ടാമത്തത് ലേറ്റർ വേദിക് പീരീഡ്, ദ പീരീഡ് വെൻ യജുർ, സാമ ആൻഡ് അഥർവ വേദാസ് ആർ കമ്പോസ്ഡ്, അതായത് പിൽക്കാല വേദകാലം എന്ന് പറയും. യജുർ വേദം, സാമവേദം, അഥർവ വേദം ഇതെല്ലാം രചിച്ച കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്. ഇനി വേദിക് ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. വേദ മീൻസ് നോളജ് വിത്ത്. അപ്പം വേദം എന്നാൽ എന്താണ്, അറിവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദർ ആർ 4 വേദാസ്, 4 വേദങ്ങളുണ്ട്. ദേ ആർ ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. 4 വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ദ ഏർലിയസ്റ്റ് ഓഫ് ദീസ് ഈസ് ദ ഋഗ്വേദ. അപ്പം ഇവയിൽ ആദ്യത്തേത് ഋഗ്വേദമാണ്. അപ്പാർട്ട് ഫ്രം ദ 4 വേദാസ്, ദ ബ്രാഹ്മണാസ്, ആരണ്യകാസ് ആൻഡ് ഉപനിഷത്സ് ആർ ഓൾസോ പാർട്ട് ഓഫ് ദ വേദിക് ലിറ്ററേച്ചർ. അപ്പോൾ ഈ 4 വേദങ്ങൾ കൂടാതെ അതിൻ്റെയൊക്കെ അനുബന്ധങ്ങളായിട്ട് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിൻ്റെ ഭാഗമാണ്. വേദിക് ലിറ്ററേച്ചർ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേദിക് പീരീഡ്.
വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സ് വേദസാഹിത്യമായിരുന്നു. ഇനി ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ് ആണ്. അതിൽ ഏർലി വേദിക് പീരീഡ് നോക്കാം. സപ്തസിന്ധു റീജിയൻ, പാസ്റ്റോറൽ എക്കോണമി, സെമി നോമാഡ്സ്. അപ്പോൾ അതിൻ്റെ പ്രദേശം സപ്തസിന്ധു ആയിരുന്നു. പാസ്റ്റോറൽ എക്കോണമി എന്ന് വെച്ചാൽ ഇടയ സമ്പദ് വ്യവസ്ഥ ആയിരുന്നു അവിടെ ഉള്ളത്. പിന്നെ സെമി നോമാഡ്സ് എന്ന് വെച്ചാൽ അർദ്ധ നാടോടികളായിരുന്നു അവിടെ. അതുപോലെ കമ്പാരിറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിൽ സ്റ്റാറ്റസ് ഫോർ വിമൻ, ആ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. ദ ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺ ഫോർ കൾട്ടിവേഷൻ. അപ്പോൾ കാട് വെട്ടി തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തിരുന്നു. ദ യാഗ സാക്രിഫൈസസ് വെർ സിമ്പിൾ ആൻഡ് കുഡ് ബി ഡൺ ബൈ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അതായത് യാഗങ്ങൾ വളരെ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതും ആയിരുന്നു. നാച്ചുറൽ ഫോഴ്സസ് വെർ വർഷിപ്ഡ്, പ്രകൃതി ശക്തികളെ അവർ ആരാധിച്ചിരുന്നു. ലേറ്റർ വേദിക് പീരീഡ് ആണെങ്കിൽ എക്സ്റ്റെൻഡഡ് അപ്പ് ടു ദ ഗംഗേറ്റിക് പ്ലെയിൻ, അതായത് ഗംഗ സമതലം വരെ അത് വ്യാപിച്ചിരുന്നു. അഗ്രികൾച്ചർ വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്, കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു, അതായത് സ്ഥിരമായിട്ട് വസിച്ചിരുന്നു ഒരു സ്ഥലത്ത് തന്നെ. പിന്നെ അതുപോലെ ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ വിമൻ ഡിക്ലൈൻഡ്. അപ്പോൾ സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു. യൂസ് ഓഫ് അയൺ, ഇരുമ്പ് ഉപയോഗിച്ചു. ദ വർണ്ണ സിസ്റ്റം ബിക്കെയിം സ്ട്രോങ്ങർ, അതായത് വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു. ദ യജ്ഞ സാക്രിഫൈസസ് ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്. ഈ യാഗങ്ങൾ ഇതൊക്കെ വളരെ ചിലവുള്ളതായി. ദ യജ്ഞാസ് സാക്രിഫൈസസ് ബിക്കെയിം ദ പ്രിവിലേജ് ഓഫ് എ പർട്ടിക്കുലർ സെക്ഷൻ. അപ്പോൾ ഈ യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗം മാത്രം, അവരുടെ ഒരു അധികാരം മാത്രമായി മാറി. ന്യൂ ഡൈറ്റീസ് കെയിം ടു ബി വർഷിപ്ഡ്. അതുപോലെ തന്നെ പ്രത്യേകം ആരാധനാ മൂർത്തികളൊക്കെ വന്നു. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ്, വിവിധ തരം കരകൗശല വിദ്യകൾ, അതിൻ്റെയൊക്കെ തുടക്കം ആയിരുന്നു അത്. ഇൻ ദിസ് ലെസൺ വി സോ ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ലിവിങ് ഇൻ ഫോറസ്റ്റ് കേവ്സ് ആൻഡ് ട്രീ ഹോൾസ്, ബ്രേവിങ് നേച്ചർ ആൻഡ് അനിമൽസ്, humans discovered and invented what they needed using their reasoning capacity and intelligence. ഈ മാനവ ചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ടത്. കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായി കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി. As they advanced, social, political and economic structures were formulated by civilized humans. Standing in the 21st century, turning back to many periods of human history, we are able to know and understand the extent of human progress. അപ്പോൾ ഈ പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികമായി മാറിയ മനുഷ്യൻ അവരുടേതായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി. ഇന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവ ചരിത്രത്തിൻ്റെ വിവിധ വികാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.